കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ശലോം. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും വളരെ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വായിക്കാം 2 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം, ആദ്യത്തെ 3 വാക്യങ്ങൾ. 2 ശമൂവേൽ പുസ്തകം 7-ാമത്തെ അധ്യായം എല്ലാവർക്കും ചേർന്ന് വായിക്കാം. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തൻ്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ദാവീദിന്റെ ജീവിതത്തിൽ ആദ്യത്തെ 17 വർഷക്കാലം താൻ സകല പ്രയത്നങ്ങളും ചെയ്യുന്ന ചുറുചുറുക്കുള്ള അത് തൻ്റെ യൗവനക്കാലമായിരുന്നു. പോരാട്ടങ്ങൾ നടത്തിയ കാലം, തൻ്റെ യൗവനക്കാലം, ചെറുപ്പകാലം. തൻ്റെ ചെറുപ്പകാലത്ത്, യൗവനകാലത്ത്, തൻ്റെ പ്രയത്നങ്ങൾ നടത്തിയതായ കാലത്ത് അത്ഭുതകരമായ ദാവീദിന്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, താൻ വിശുദ്ധിയോടെ ജീവിച്ചു. പ്രിയ മകനെ, മകളെ, ചെറുപ്പകാലത്ത്, നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങളുടെ ചുറ്റും പാപം ഉള്ളതുകൊണ്ട് പാപം ചെയ്യുവാൻ പോകുന്നതിനേക്കാൾ വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദാവീദാകട്ടെ, ദാനിയേലാകട്ടെ, യോസേഫാകട്ടെ, ഇവരെല്ലാവരും ആദ്യത്തെ 17 വർഷക്കാലം തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയാതെ, നീചമായ പാപപ്രവൃത്തികൾ ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളയാതെ അവർ വിശുദ്ധിയോടെ ജീവിച്ചു. പ്രിയമുള്ളവരെ, ടീനേജ് പ്രായത്തിലായിരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങൾ വിശുദ്ധിയെ കാത്തുകൊള്ളണം. വിശുദ്ധിയോടെ ജീവിക്കുവാനായി ശ്രമിക്കുക. അനാവശ്യമായ പ്രേമം എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കേണ്ടതായ കാലത്ത് നിങ്ങളുടെ സമയത്തെ വൃഥാവാക്കരുത്, നിങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കരുത്, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. 17 വയസ്സുണ്ടായിരുന്നപ്പോൾ അത് ദാവീദായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ യോസെഫ് ആയിക്കൊള്ളട്ടെ, ദാനിയേൽ ആകട്ടെ, അവർ ഒരു തീരുമാനമെടുത്തിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് അവരെക്കുറിച്ചുള്ളതായ പദ്ധതികൾക്കനുസരിച്ച് അവർ ജീവിക്കുവാൻ ഇടയായി. യോസെഫ് ആണെങ്കിലോ അശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. ദാനിയേലാണെങ്കിലോ അശുദ്ധമായത് ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അശുദ്ധമായ ജീവിതത്തെ ഉപേക്ഷിച്ച് ജീവിച്ചു. 18-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സുവരെ 13 വർഷം ദാവീദ് ഒരുപാട് കഷ്ടതകളിൽ കൂടി കടന്നുപോയി. ദാനിയേലും ഒരുപാട് ബുദ്ധിമുട്ടുകളെ അനുഭവിച്ചു. യോസേഫും ഒരുപാട് കഷ്ടതകൾ കൂടി കടന്നുപോയി. അവർ ഒരു വശത്ത് കഷ്ടത അനുഭവിച്ചു, മറുവശത്ത് അവർ പരിശോധിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവർ ജീവിതത്തിൽ പരീക്ഷകളിൽ കൂടി കടന്നുപോകുകയും ചെയ്തു. ദാവീദിന്റെ വിശ്വാസവും അതുപോലെ യോസേഫിൻ്റെതായ വിശ്വാസവും ദാനിയേലിന്റെ വിശ്വാസവും പരിശോധിക്കപ്പെട്ടു. ഫലമായി വളരെ കഷ്ടത നിറഞ്ഞതായ സാഹചര്യത്തിൽ കൂടി അവർക്ക് പോകേണ്ടതായി വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നു. ഒരുപാട് പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നു. അവർ വിചാരിക്കാത്തതായ ആപത്തിൽ കൂടിയും അനർത്ഥത്തിൽ കൂടിയുമൊക്കെ പോകേണ്ടതായിട്ട് വന്നു. 13 വർഷക്കാലം കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷം, പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം അവരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനിടയായി. അവരുടെ ജീവിതത്തിൽ പരിശോധന അനുഭവിച്ച് പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയതിന് ശേഷം ദാവീദ് രാജാവായിട്ട് മാറി. ദാനിയേലാണെങ്കിലോ രാജാവിന് ശേഷം ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു, അതായത് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെ വഹിച്ചു. യോസേഫ് രാജ്യത്തെ തന്നെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് മാറി. അതായത് നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 17 വർഷങ്ങൾ പോരാട്ടം നിറഞ്ഞതായ അവരുടെ ചെറുപ്പകാലങ്ങളിൽ, യൗവനകാലത്ത് ആരാണോ നിർമ്മലതയോടെ ജീവിക്കുന്നത്, വിശുദ്ധിയോടെ തങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്, അവർ സാധാരണമായിട്ടും പരീക്ഷിക്കപ്പെടാനിടയാകും. ദൈവത്താൽ അവർ പരിശോധിക്കപ്പെടാനിടയാകും. ആ ഒരു പ്രക്രിയയിൽ കഷ്ടതയുടെ നടുവിൽ കൂടി പോകേണ്ടി വരും. അവർ ആ പരിശോധനകൾ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാണുമെന്ന്, എത്ര അത്ഭുതകരമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഈ സന്ദേശത്തിൽ കൂടി നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിച്ച് പരിശോധിക്കുക. ദാവീദിന്റെ ഭരണം തുടർന്നിട്ട് ഏകദേശം 20 വർഷങ്ങളായിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറയുന്നു, 4 ദിക്കിലുമുള്ള ശത്രുക്കളെയൊക്കെ ദൈവം അമർത്തി സ്വസ്ഥത കൊടുത്തു. ശത്രുഭീതി ഇല്ലാതാകാനിടയായി. അതിനു മുമ്പ് ഒരുപാട് ശത്രുക്കൾ ദാവീദിന്റെ നേരെ വന്നിരുന്നു. പ്രധാനമായിട്ടും ഫെലിസ്ത്യർ ദാവീദിന്റെ നേരെ, അതായത് ഇസ്രായേൽ രാജ്യത്തിന് നേരെ യുദ്ധത്തിനു വേണ്ടി കടന്നുവരിക പതിവായിരുന്നു. എന്നാൽ ദൈവം ദാവീദിനെ പടിപടിയായിട്ട് ഉയർത്തുവാനിടയായി. 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. നിനക്ക് മേൽക്കുമേൽ പ്രബലനാകണമെന്ന് ആഗ്രഹമുണ്ടോ?
ഇന്നു നീ ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് അല്പം കൂടി മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പോകുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പടിപടിയായി നിന്റെ വിദ്യാഭ്യാസത്തിൽ സമൃദ്ധി, പടിപടിയായി നിന്റെ ജോലിയിൽ വളർച്ച നേടിയിട്ട്, പടിപടിയായി നിന്റെ വ്യാപാരത്തിൽ വളർച്ച നേടിയിട്ട്, പടിപടിയായി നിന്റെ ആത്മീയ ജീവിതത്തിൽ വളർച്ച നേടി, ആരോഗ്യവിഷയത്തിൽ വളർച്ച നേടി, സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച നേടി, ശുശ്രൂഷയിൽ ദൈവവേലയിൽ സമൃദ്ധി നേടിക്കൊണ്ട് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടേ എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കണം. വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2 വാക്യത്തിൽ കാണാൻ കഴിയും, യോസേഫിനോട് കൂടെ യഹോവയായ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് കൃതാർത്ഥനായി തന്റെ യജമാനനായ മിസ്രൈമ്യന്റെ വീട്ടിൽ ആയിരുന്നു. അതിനുശേഷമുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ എന്താണ് ചെയ്തത്, അവനാൽ സാധിപ്പിച്ചു കൊടുക്കുന്നുവെന്നും യജമാനൻ അറിഞ്ഞിട്ട് അവന് പ്രമോഷൻ കൊടുത്തു. ആ പ്രമോഷൻ എന്താണെന്ന് നോക്കുമ്പോൾ പിന്നീടുള്ള വാക്യത്തിൽ യജമാനന് യോസേഫിനോട് കരുണ തോന്നിയതുകൊണ്ട് യജമാനൻ എന്താണ് ചെയ്തത്, തൻ്റെ ഗൃഹത്തിൻ്റെ മേലൊക്കെയും അധികാരിയായിട്ട് നിയമിച്ചു. തൻ്റെ വീട്ടിലുള്ളതിനൊക്കെയും അധികാരിയാക്കി യോസേഫിനെ നിയമിച്ചു. ശ്രദ്ധിച്ച് യോസേഫിൻ്റെ ജീവിതം നോക്കുമ്പോഴും ദാവീദിന്റെ ജീവിതത്തെ നോക്കുമ്പോഴും ദാനിയേലിന്റെ ജീവിതത്തെ നിങ്ങൾ നോക്കുമ്പോഴും ഈ 3 വ്യക്തികളും കൊടും ദാരിദ്ര്യത്തിൽ തുടങ്ങിയവരാണ്. ദാവീദിനെ തള്ളിക്കളഞ്ഞവനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ശമൂവേൽ വന്നിട്ട് നിന്റെ മക്കളിൽ ഒരുവനെ ദൈവമിതാ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു, നിന്റെ മക്കളെ എല്ലാവരെയും വിളിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് മക്കളെ എല്ലാവരെയും വിളിപ്പിച്ചു. എന്നാൽ ദാവീദിനെ വിളിപ്പിച്ചില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു കഥയുണ്ട്. അത് നേരത്തെ ഒരു പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ അത് വീണ്ടും പറയാനുള്ള സമയമില്ല. എന്നാൽ ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ദാവീദിനെ തള്ളിക്കളയാനിടയായി. സഹോദരങ്ങൾ ദാവീദിനെ തള്ളിക്കളഞ്ഞു. സ്വന്തം പിതാവും ദാവീദിനെ അകറ്റി നിർത്തുവാൻ ഇടയായി. ദാവീദ് വാസ്തവത്തിൽ വീട്ടിൽ വളരെ ഭയഭക്തിയോടെ ജീവിക്കുന്നവനാണ്. എന്നാൽ അവൻ തള്ളപ്പെട്ട വ്യക്തിയായിരുന്നു. സഹോദരന്മാർ സൈന്യത്തിൽ വേല ചെയ്യുന്നവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സഹോദരങ്ങൾ രാജ്യഭാഗത്തു നിന്ന് യുദ്ധത്തിൽ സൈനികരായി നിൽക്കുകയാണ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് തുല്യമല്ലേ? സെൻട്രൽ ഗവൺമെൻറ് ജോബ്. ആർമിയിൽ ജോയിൻ ആയാൽ അതെങ്ങനെയുള്ള ജോലിയാണ്? സെൻട്രൽ ഗവൺമെൻറ്. സഹോദരങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടതായ ആഹാരത്തിന് വേണ്ടി ദാവീദിന് എന്തു ചെയ്യേണ്ടി വന്നു? ആടുകളെ മേയ്ക്കേണ്ടി വന്നു. പലപ്പോഴും ദാവീദും സങ്കടപ്പെട്ടിരിക്കാം. എന്താണ് കർത്താവേ, എൻ്റെ സഹോദരന്മാരെല്ലാം സെറ്റിലായിരിക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നു, എന്നാൽ ഞാനാണെങ്കിലോ ആടുകളെ മേയ്ക്കുകയാണ്, ഒരു അടിമയെപ്പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജ്യേഷ്ഠന്മാരാണെങ്കിൽ യുദ്ധത്തിൽ പോരാടുന്നതായ സൈനികരാണല്ലോ. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ തള്ളപ്പെട്ടു? ഇന്ന് നമ്മുടെ മധ്യയിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? എൻ്റെ വീട്ടിൽ ഞാനൊരു തള്ളപ്പെട്ടവനായി കഴിയുകയാണ്. എൻ്റെ ഭർത്താവ് എന്നെ തള്ളപ്പെട്ടവളായി കാണുന്നു, എന്നെ ഉപേക്ഷിക്കുന്നു, അകറ്റി നിർത്തിയിരിക്കുന്നു, ഒരു വ്യക്തിയായിട്ട് പോലും എന്നെ കാണുന്നില്ല. അതേസമയത്ത് അവരുടെ അപ്പനെ നന്നായിട്ട് നോക്കുന്നു, അവരുടെ അമ്മയെ നന്നായിട്ട് നോക്കുന്നു, സഹോദരങ്ങളെ നന്നായിട്ട് നോക്കുന്നു, അനുജത്തെയും അനുജനെയും ചേട്ടനെയും ഒക്കെ നോക്കുന്നു, എല്ലാവരെയും നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കാര്യം വരുമ്പോൾ ഇതാ എന്നെ തള്ളപ്പെട്ടവളായിട്ടാണ് കാണുന്നത്. ഒരു വിലയുമില്ലാത്തവളെപ്പോലെ എന്നെ കാണുന്നു. ചില അനുജത്തിമാരും അനുജന്മാരും ഇങ്ങനെ ദുഃഖിക്കാറുണ്ട്. ആ മൂത്ത മകനെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇളവനെ നന്നായിട്ട് നോക്കുന്നു, എന്നാൽ ഞാൻ മാത്രം തള്ളപ്പെട്ടവനായിരിക്കുന്നു. എൻ്റെ പിതാവിനെ തള്ളപ്പെട്ടവനായിട്ടാണ് കാണുന്നത്, എൻ്റെ അമ്മയും എന്നെ തള്ളപ്പെട്ടവനായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ മക്കളും ഒരുപോലെയാണ്, എന്നാൽ എല്ലാവർക്കും കൊടുക്കുന്ന പ്രാധാന്യം എനിക്ക് നൽകുന്നില്ല. എന്നെ മാത്രം എപ്പോഴും അകറ്റി നിർത്തുന്നു, എന്നെ എപ്പോഴും ഇഷ്ടപ്പെടാതിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം സന്തോഷത്തോടെയായിരിക്കുന്നു, എന്നാൽ എൻ്റെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ആരും ആലോചിക്കുന്നില്ല. ചില അനുജത്തിമാർ ഇങ്ങനെ പറയാറുണ്ട്, ചില അനുജന്മാർ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ മാതാവും പിതാവും എല്ലായ്പ്പോഴും അവരുടെ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ സുഖത്തെക്കുറിച്ച്, അവരുടെ സൗകര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. എന്നാൽ ഒരു മകളുണ്ടെന്നും മകളുടെ വിവാഹം നടത്തണമെന്നും ഒരു മകനുണ്ടെന്നും മകൻ്റെ ജീവിതം സെറ്റിലാകണമെന്നും ഉള്ള ആലോചന പോലുമില്ല. ഒരു സഹോദരി വന്ന് ദുഃഖിക്കുകയാണ്, ബ്രദർ, എൻ്റെ മാതാപിതാക്കൾ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവരുന്നു, ഒരു കുറവും കൂടാതെ അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. അവർ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ മകൾ നല്ല ജോലി ചെയ്യുന്നുണ്ട്, പണം സമ്പാദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മകൾ എന്ന് പറയും. എന്നാൽ എൻ്റെ വിവാഹത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നില്ല. എൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു വാക്കുപോലും അവർ മിണ്ടുന്നില്ല. എൻ്റെ പ്രായം ഏകദേശം 27-28 വയസ്സായിരിക്കുകയാണ്.
എൻ്റെ സമ്പാദ്യം കൊണ്ട് ഇവർ സന്തോഷത്തോടെ ജീവിക്കുകയല്ലാതെ എൻ്റെ ഭാവി എന്താകുമെന്നവർ ആലോചിക്കുന്നതേയില്ല. എന്തുകൊണ്ടോ എൻ്റെ മാതാപിതാക്കൾ എന്നെ തള്ളിക്കളഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ദാവീദ് ആ വീട്ടിൽ അവനെ അകറ്റി നിർത്തുവാനിടയായി. യോസേഫ് ആ വീട്ടിൽ തള്ളപ്പെട്ടവനായി കഴിഞ്ഞവനാണ്. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ ദാവീദിനെ തള്ളിക്കളയാനിടയായി. അവർ ദാവീദിനെ വെറുത്തിരുന്നു. അവർക്ക് ആഹാരവുമായിട്ട് കടന്നുപോയപ്പോൾ യുദ്ധത്തിന് പോയ സഹോദരങ്ങൾക്ക് ദാവീദ് ആഹാരം കൊണ്ടുപോയി. എന്നാൽ ആഹാരം കൊണ്ടുവന്നതായ ദാവീദിനെ നോക്കിയിട്ട് യാതൊരു കരുണയുമില്ലാതെ അവർ സംസാരിച്ചു. എന്തുകൊണ്ട് ആദ്യം മുതൽ തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ സഹോദരങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ആവശ്യമില്ലാതെ അവനെ വഴക്കു പറയുന്നു, അവനോട് കലഹിക്കുന്നു, അവനെ വെറുക്കുന്നു, അവനെ അകറ്റി നിർത്തുന്നു. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ മധ്യയിലുണ്ടോ? എൻ്റെ വീട്ടിൽ എല്ലാവരും എൻ്റെ നേരെ ചാടുകയാണ്. ഒരു അമ്മ വന്ന് പറയുകയാണ്, ദേവദാസ, എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്, എന്നെ പലപ്പോഴും ചീത്ത വിളിക്കാറുണ്ട്, ദുഃഖിപ്പിക്കാറുണ്ട്. ഭർത്താവ് ഒരു ക്രൂരനെന്ന് വിചാരിച്ചു സഹിച്ചു വരികയാണ്. എന്നാൽ അത് കണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മകളും എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവ് കരയുകയാണ്. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ഭർത്താവിനാൽ ഉപദ്രവിക്കപ്പെട്ട് മകനാൽ മകളാൽ ഉപദ്രവം അനുഭവിച്ചുകൊണ്ട് തള്ളപ്പെട്ട സ്ഥിതിയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. ആരാണോ തള്ളപ്പെട്ട് കിടക്കുന്നത് അവരെ തന്നെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും, ഉയർത്തും. ഇവിടെ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ സാധിച്ചില്ല എങ്കിൽ സ്വർഗത്തിൽ നിന്റെ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനം ദൈവം നൽകും. തള്ളപ്പെട്ട് കിടന്ന ദാവീദിനെ ദൈവം എന്തു ചെയ്തു? പറയുക. ദൈവം രാജാവാക്കി ഉയർത്തി. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, തള്ളപ്പെട്ട് കിടന്നതായ കല്ല് മൂലക്കല്ലായി മാറി. ഈ വചനം ആര് പറഞ്ഞെന്നറിയാമോ? ചരിത്രകാരന്മാർ പറയുന്നു, അത് മറ്റാരെയും കുറിച്ചല്ല, തള്ളപ്പെട്ട് കിടന്നതായ ദാവീദിന്റെ അമ്മ ആ വാക്ക് പറഞ്ഞു എന്നാണ് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ദാവീദ് തള്ളപ്പെട്ട് കിടന്നവനാണ്. ശമൂവേൽ അവിടെ നിന്ന് പറയുകയാണ്, നിന്റെ ഈ മക്കളിൽ ആരെയും ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പറയുന്നില്ല. പിന്നെ ആരെയാണ് തിരഞ്ഞെടുത്തത്? നിന്റെ മക്കൾ ഇത്രയും പേരേ ഉള്ളോ, അതോ ഇനിയും ആരെങ്കിലും ഉണ്ടോ? ഒരുവനുണ്ട്, ഏറ്റവും ഇളയവൻ. ആരാണ് ഇളയവൻ? അവൻ പയ്യനാണ്. അവൻ എവിടെയോ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുന്നു. ശമൂവേൽ പറഞ്ഞു, അവനെ വിളിപ്പിക്കുക. അവൻ ആടുകളെ മേയ്ക്കുന്നവനല്ലേ, വിളിപ്പിക്കുക. തള്ളപ്പെട്ട് കിടന്നവനായ ദാവീദിനെ വിളിക്കുവാനിടയായി. അങ്ങനെ വിളിച്ചപ്പോൾ അവൻ വീട്ടിലേക്ക് ഓടി വന്നു. അമ്മേ, അമ്മേ. പ്രവാചകനായിരിക്കുന്ന ശമൂവേൽ വന്നെന്ന് കേൾക്കുന്നു. എന്നെ വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടി വന്നു. ശമൂവേലിന്റെ മുൻപിൽ നിന്നപ്പോൾ ശമൂവേൽ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം ഒരു ശക്തമായ വാക്ക് കേൾക്കുവാനിടയായി. എന്താണെന്നറിയാമോ? തള്ളിക്കളഞ്ഞതായ കല്ലിനെ ദൈവം മൂലക്കല്ലായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വാക്കുകൾ ദാവീദിന്റെ അമ്മ പറഞ്ഞതായിട്ട് ചില വേദ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ മധ്യയിൽ തള്ളപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലുമുണ്ടോ? ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിനക്ക് ലഭിക്കേണ്ടതായ സ്നേഹം, നീ പ്രാപിച്ചെടുക്കേണ്ടതായ നന്മകൾ, കരുതൽ, നിനക്ക് ലഭിക്കേണ്ടതായ വസ്തു, ലഭിക്കേണ്ടതായ നന്മകൾ നിനക്ക് ലഭിക്കാതിരിക്കാൻ തടസ്സം നിൽക്കുന്നവരുണ്ടോ? എങ്കിൽ ദാവീദും അതേ അവസ്ഥയിൽ കൂടി പോയവനാണ്. വീട്ടിൽ നിന്നും തനിക്ക് സ്നേഹം ലഭിക്കുവാൻ ഇടയായില്ല. എന്നാൽ ദൈവം എന്തു ചെയ്തു? രാജ്യത്ത് മുഴുവനും തൻ്റെ സ്നേഹവും കരുതലും പങ്കുവയ്ക്കുന്ന രീതിയിൽ അവനെ ഉയർത്തി. യോസേഫിന് തൻ്റെ ജീവിതത്തിൽ സ്നേഹം ലഭിക്കാനിടയായില്ല. ജ്യേഷ്ഠന്മാർ തന്നെ തള്ളിക്കളഞ്ഞു, ജ്യേഷ്ഠന്മാർ തന്നെ വെറുത്തു, അവർ തന്നെ ദൂഷിച്ചു, അവനോട് അസൂയ കാണിച്ച് അവനെ അവസാനം വിറ്റുകളയാനിടയായി, വിൽക്കപ്പെടാനിടയായി. അപ്പൻ്റെ സ്നേഹത്തെ വിട്ടകന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? യോസേഫിന്റെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അമ്മ മരിച്ചിരുന്നു. അവൻ്റെ അമ്മ ആരായിരുന്നു? റാഹേല്. യോസെഫിന്റെ ചെറുപ്പത്തിൽ തന്നെ റാഹേല് ആ യോസെഫ് ജനിച്ചതിൻ്റെ ശേഷം മരണപ്പെടുവാൻ ഇടയായി. വാസ്തവത്തിൽ യോസെഫിന് അമ്മയുടെ സ്നേഹം ലഭിക്കുവാൻ ഇടയായില്ല. അമ്മയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബ് തൻ്റെ മകനെ കുറേയധികം സ്നേഹിക്കുവാൻ ഇടയായി. എന്നാൽ അത് കണ്ടുകൊണ്ട് ജ്യേഷ്ഠന്മാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെക്കാൾ കൂടുതലായി യോസെഫിനെ സ്നേഹിക്കുന്നല്ലോ, ഞങ്ങളെക്കാൾ നല്ല
വസ്ത്രങ്ങൾ അവന് വാങ്ങിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോസേഫിനെ അവർ നിന്ദിക്കാൻ തുടങ്ങി. യോസേഫ് നീതിയോടെ സത്യസന്ധതയോടെ ജീവിച്ചു. അവൻ വിശുദ്ധിയോടെ ജീവിച്ചു. സഹോദരങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന സമയത്തും യോസേഫ് ജ്യേഷ്ഠന്മാരോടൊപ്പം കൂട്ടുകൂടിയില്ല. അവരോടൊപ്പം കറങ്ങി നടക്കാനിടയായില്ല. താൻ വേർപെട്ടവനായി ജീവിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? താൻ വിശുദ്ധിയോടെ വേർപെട്ട് 17 വർഷക്കാലം ജീവിച്ചപ്പോൾ ജ്യേഷ്ഠന്മാർ തന്നെ അവനെ തള്ളിക്കളയുക മാത്രമല്ല, കുറച്ച് വെള്ളിക്കാശിന് അവനെ വിറ്റുകളഞ്ഞു. ഇങ്ങനെ വിറ്റുകളയവന് ഉപദേശം കൊടുത്തത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? യോസെഫിന്റെ സഹോദരന്മാരിൽ ഒരുവൻ. അവൻ ആരാണ്? യൂദാ. വിചിത്രമല്ലേ? യോസെഫിനെ കൊന്നുകളഞ്ഞാൽ നമുക്കെന്താണ് പ്രയോജനം? വിറ്റുകളഞ്ഞാൽ നമുക്ക് പണം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യോസെഫിനെ കുറച്ച് വെള്ളിക്കാശിന് വിൽക്കുവാൻ വെച്ചതാരാണെന്നറിയാമോ? യോസെഫിന്റെ സഹോദരന്മാരിൽ ഒരുവനായ യൂദാ. വിചിത്രം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെയും ഒറ്റിക്കൊടുത്തത്, വിറ്റുകളഞ്ഞത് ആരാണെന്നറിയാമോ? യൂദാ. യോസേഫ് തന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെടാനിടയായി. തന്റെ കൂടപ്പിറപ്പുകൾ തന്നെ കൈക്കൊണ്ടിരുന്നില്ല. യേശുക്രിസ്തുവിനെയും തന്റെ കൂടപ്പിറപ്പുകൾ അംഗീകരിച്ചിരുന്നില്ല. അവരും അവനെ വെറുത്തിരുന്നു. യോസെഫിന്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യോസേഫിന് ഒറ്റപ്പെടേണ്ടതായിട്ട് വന്നു. അവനൊരു അനാഥനെപ്പോലെ, ഒരു അടിമയെപ്പോലെ, ഒരു വേലക്കാരനായിട്ട് ജീവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അവൻ വിശുദ്ധിയോടെ ജീവിച്ചു. 13 വർഷക്കാലം കഷ്ടതകളുടെ നടുവിൽ കൂടി പോകേണ്ടി വന്നു. പരീക്ഷണങ്ങളിൽ കൂടി പോകേണ്ടതായി വന്നു. താൻ ദൈവത്തോട് നിലവിളിക്കാനിടയായി. പലതരത്തിലുള്ള ആപത്തുകൾ നടുവിൽ കൂടി പോകേണ്ടി വന്നു. എന്നാൽ 13 വർഷക്കാലം ദാവീദും തന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. യോസേഫും തന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. ദാനിയേലും തന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. ദാനിയേലിന്റെ കാര്യം എന്താണെന്നറിയാമല്ലോ? ദാനിയേലിനെ അടിമയായിട്ട് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയി. അടിമയായിട്ട് യോസേഫും കടത്തപ്പെടാനിടയായി. തന്റെ മാതാപിതാക്കളെ നഷ്ടമായി. സ്വന്തക്കാരെ എല്ലാം വിട്ടകന്നു പോകാനിടയായി. ഒറ്റപ്പെടുവാനിടയായി. ഏകനായി വിദേശ രാജ്യത്ത് നിൽക്കാനിടയായി. എന്നാൽ വിചിത്രം എന്താണെന്ന് വെച്ചാൽ, ഏകനായി ഒറ്റപ്പെട്ടുകൊണ്ട് ദാവീദിന് കാട്ടിൽ കൂടി നടക്കേണ്ടതായിട്ട് വന്നു. ഒരു സമയത്ത് ഫെലിസ്ത്യരുടെ രാജ്യത്ത് ചെന്ന് അഭയം തേടുവാനും ഇടയായി. അതുപോലെ യോസേഫും മിസ്രയീം രാജ്യത്ത് ചെന്നിട്ട് അവിടെ തലചായ്ക്കാനിടയായി, അല്ലെങ്കിൽ അവിടെ ജീവിക്കേണ്ടതായിട്ട് വന്നു. ദാനിയേലും അന്യദേശത്തേക്ക് കടക്കപ്പെടാനിടയായി. ഏകനായിട്ട് ജീവിക്കേണ്ടതായിട്ട് വന്നു. കൂടപ്പിറപ്പുകളെ വിട്ടിട്ട്, മാതാപിതാക്കളെ വിട്ടിട്ട് ജീവിക്കേണ്ടി വന്നു. എന്നാൽ തന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാനിടയായി. സാധാരണമായിട്ട് മാതാപിതാക്കളെ വിട്ട് അകന്നു പോകുമ്പോൾ, അവരെ വിട്ട് ദൂരെ ജീവിക്കുമ്പോൾ, ചില സഹോദരി സഹോദരങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നറിയാമോ? മാതാപിതാക്കൾ തന്റെ അടുക്കൽ ഇല്ലാത്തതുകൊണ്ട്, ഒറ്റയ്ക്ക് ആയിരിക്കുന്നതുകൊണ്ട്, മാതാപിതാക്കൾ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിച്ചാലും ആരോടൊപ്പം നടന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതായ ആളുകളില്ലേ? ദയവുചെയ്ത് ശ്രദ്ധിക്കൂ. ദാവീദ് ഒറ്റയ്ക്കായിരുന്നപ്പോഴും വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. യോസേഫും ഒറ്റയ്ക്കായിരുന്നു, എന്നാൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. ദാനിയേലും ഏകനായിരുന്നു, തന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. നിന്റെ യഥാർത്ഥമായ ആത്മീയത കാണുന്നത് 4 പേരുടെ മധ്യയിലല്ല. നീ ഏകനായിരിക്കുമ്പോഴാണ് നിന്റെ യഥാർത്ഥമായ ആത്മീയത വെളിപ്പെടുന്നത്. നിന്റെ യഥാർത്ഥമായ വ്യക്തിത്വവും യഥാർത്ഥമായ ആത്മീയതയും കാണുന്നത് 4 പേരുടെ മധ്യയിൽ ഇരുന്ന് ആരാധിക്കുമ്പോഴല്ല, 4 പേരോടൊപ്പം ദൈവവേല ചെയ്യുമ്പോഴല്ല, 4 പേരുടെ മധ്യയിൽ നീ സംസാരിക്കുന്നതായ സമയത്തല്ല, നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവരോടൊപ്പം നീ ഇരിക്കുമ്പോഴല്ല. പിന്നെ എപ്പോഴാണ് നിന്റെ യഥാർത്ഥമായ ആത്മീയത കാണുന്നത്? നീ ഏകനായിരിക്കുന്ന സമയത്ത്. അപ്പോഴാണ് യഥാർത്ഥമായ ആത്മീയത. അതാണ് യഥാർത്ഥമായ രൂപം. ചോദിക്കട്ടെ, നീ ഏകനായിരിക്കുമ്പോൾ നിന്റെ ആത്മീയത എന്താണ്? നിന്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ ആത്മീയത എങ്ങനെയുള്ളതാണ്? നിന്റെ ഭർത്താവ് ഒരുപക്ഷേ നിന്നെ വിട്ട് ജോലി സംബന്ധമായ ദൂരദേശത്തേക്ക് പോവുകയാണെങ്കിൽ നിന്റെ ആത്മീയത എങ്ങനെയായിരിക്കും? മാതാപിതാക്കളെ വിട്ടിട്ട് ദൂരദേശത്തേക്കോ പട്ടണത്തിലേക്കോ പോയി നീ പഠിക്കേണ്ടതായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ടതായി വന്നാൽ, പ്രിയ മകനെ മകളെ ചോദിക്കട്ടെ, മാതാപിതാക്കളെ വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതായ നിന്റെ ആത്മീയ ജീവിതം എന്തായിരിക്കും? ഒറ്റയ്ക്കായിരിക്കുന്നത് കൊണ്ട്, ചോദിക്കുവാൻ ആരുമില്ലായിരിക്കുന്നത് കൊണ്ട്, മറ്റ് ദേശത്തായിരിക്കുന്നത് കൊണ്ട് എന്തു ചെയ്താലും സാരമില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നെ തന്നെ അശുദ്ധമായ ജീവിതത്തിനും പാപത്തിനും ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് മറുവില കൊടുത്തേ മതിയാകൂ. ശിംശോൻ ഒറ്റയ്ക്ക് തിമ്നയിലേക്ക് കടന്നുപോയി. അത് തന്റെ ദേശമായിരുന്നില്ല. തിമ്ന എന്നത് ഫെലിസ്ത്യരുടെ ദേശമാണ്. താനായിരിക്കുന്നത് ഇസ്രായേൽ രാജ്യത്താണ്. ഫെലിസ്ത്യ ദേശത്തേക്ക് താൻ ഒറ്റയ്ക്ക് കടന്നുപോയി. ആരും ചോദിക്കാനില്ല, പറയാനുമില്ല. ഒരു പെൺകുട്ടിയുടെ മോഹത്തിൽ വീണു.
അങ്ങനെ ജീവിതം നശിച്ച് അവസാനം വേശ്യകളുടെ അരികിൽ പോകുവാൻ ഇടയാകുന്നു. എവിടേക്ക് ചെന്നിട്ടാണ്? ഫെലിസ്ത്യ ദേശത്ത് ചെന്നിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്? താൻ ഏകനായിരിക്കുമ്പോൾ എന്തു ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗസയിൽ ചെന്ന് വേശ്യകളുടെ അരികിൽ ചെന്നു. അതിനുശേഷം അവൻ മറ്റൊരു പട്ടണത്തിൽ ചെന്നിട്ട് ദലീല എന്ന വേശ്യയുടെ അരികിൽ ചെല്ലാനിടയായി. തിമ്നയിൽ ചെന്ന ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായി. ഒറ്റയ്ക്കായിരിക്കുന്നതുകൊണ്ട്, വിദേശത്തായിരിക്കുന്നതുകൊണ്ട് എന്തു ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ മധ്യയിൽ ഉണ്ട്. ഇന്ന് ആരൊക്കെയാണോ വിദേശത്ത് പഠന സംബന്ധമായി പോയിരിക്കുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളെ വിട്ടിട്ട്, ഭാര്യയെ വിട്ടിട്ട്, ഭർത്താവിനെ വിട്ടിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നതായ ആളുകൾ, നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കുക. നീ ഒറ്റയ്ക്കായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് നിന്നെക്കൊണ്ട് അനാവശ്യമായ പ്രവൃത്തികൾ ചെയ്യിക്കും. അങ്ങനെയുള്ള പാപപ്രവൃത്തികൾക്ക് ഇടം കൊടുക്കാതെ വിശുദ്ധിയെ നീ കാത്തു സൂക്ഷിച്ചാൽ നീ ദാവീദിന്റെയും ദാനിയേലിന്റെയും യോസേഫിന്റെയും ഒക്കെ കൂട്ടത്തിൽ പെടുവാനിടയാകും. ദൈവം നിന്നെ അത്യധികമായി അനുഗ്രഹിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത് ഈ സത്യത്തെ മറക്കരുത്. വളരെ അത്ഭുതകരമായ വളർച്ച നമുക്ക് കാണുവാൻ കഴിയും ദാവീദിന്റെയും ദാനിയേലിന്റെയും യോസെഫിന്റെയും ജീവിതത്തിൽ. അവർ വിദേശങ്ങളിലേക്ക് കടക്കപ്പെട്ടു. യൗവനപ്രായത്തിൽ അവർ കഷ്ടത അനുഭവിച്ചു, പരീക്ഷിക്കപ്പെട്ടു. ആപത്തുകളിൽ കൂടി, അനർത്ഥങ്ങളിൽ കൂടി, അപകടങ്ങളിൽ കൂടി അവർ കടന്നുപോയി. തങ്ങളുടെ വീട്ടുകാരാൽ തള്ളപ്പെടാനിടയായി. പ്രധാനമായിട്ടും തന്റെ വീട്ടിലുള്ള ആളുകൾ തന്നെ അവരെ ഒറ്റപ്പെടുത്തിക്കളയാനിടയായി. ദാനിയേൽ ഒരു അടിമയായിട്ടും യോസേഫ് ഒരു വേലക്കാരനായിട്ടും ദാവീദോ ആടുകളെ മേയിച്ച് നടക്കുന്ന ആട്ടിടയനായിട്ട് വളരെ താഴ്ന്ന സ്ഥിതിയിൽ ജീവിക്കാനിടയായി. എന്നാൽ അവർ താഴ്ന്ന സ്ഥിതിയിലായിരുന്നിട്ടും, എല്ലാവരാലും തള്ളപ്പെട്ട് കിടന്നപ്പോഴും അവർ ദൈവത്തെ വിട്ടകന്നു മാറിയിരുന്നില്ല. എൻ്റെ ഭാര്യ എന്നെ ദുഃഖിപ്പിക്കുന്നു, വീട്ടിൽ ചെന്നാൽ എനിക്ക് യാതൊരു മനഃശാന്തിയുമില്ല, എപ്പോഴും കലഹം മാത്രമാണ്, ഈ നരകജീവിതം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നീ ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴണം. അല്ലാതെ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് പെഗ്ഗിന് മീതെ പെഗ്ഗടിച്ചാൽ എന്ത് സംഭവിക്കും? എന്താണ് ബ്രദർ ഇങ്ങനെ നിങ്ങൾ മദ്യപിക്കുന്നത്? എന്ത് ചെയ്യാനാണ്? യാതൊരു മനസ്സുഖവുമില്ല. എന്ത് സംഭവിച്ചു? വീട്ടിൽ ചെന്നാൽ എൻ്റെ ഭാര്യ സമാധാനം തരില്ല. നരകജീവിതമാണ് ബ്രദർ. മനസ്സിനൊരു സുഖമില്ലാത്തത് കൊണ്ട് മനഃശാന്തിക്ക് വേണ്ടി മദ്യപിക്കുകയാണ്. മദ്യപാനം നിനക്ക് മനഃശാന്തി തരുമോ? മദ്യപിക്കുന്ന ആ കുപ്പിയുടെ മേൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടോ? ഈ മദ്യം നിങ്ങൾക്ക് മനഃശാന്തി നൽകുന്നു എന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾ കുടിക്കുന്നതായ മദ്യക്കുപ്പിയിൽ, അത് വിസ്കിയാകട്ടെ, ബ്രാൻഡിയാകട്ടെ, ബിയറാകട്ടെ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടോ? ഇത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ മനഃശാന്തി ലഭിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? കാണില്ല. ഇത് കുടിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും എന്നാണുള്ളത്. വേണമെങ്കിൽ നിങ്ങൾ നോക്കുക. കൺസ്യൂമിങ് ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. നിങ്ങൾ കുടിക്കുന്നതായ ഈ മദ്യം നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരോഗ്യമാണ് മഹാദാനം. മഹാഭാഗ്യമായിരിക്കുന്ന ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വിസ്കിയും ബ്രാൻഡിയും ഒക്കെ കുടിച്ചിട്ട് ആ ലഹരിയിൽ നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? പിശാച് അതാണ് ചെയ്യുന്നത്. മനസ്സിന് സുഖമില്ലല്ലോ, മയക്കുമരുന്ന് കഴിക്കുക. മനസ്സിനൊരു സുഖവുമില്ലല്ലോ, ചെന്നിട്ട് 2 പെഗ്ഗടിക്കുക. മനസ്സിനൊരു സുഖമില്ലല്ലോ, ഇന്ന സ്ഥലത്ത് പോയി ആ പെൺകുട്ടിയുമായി ചെലവഴിച്ചിട്ട് വരിക. ദയവിച്ചത് ശ്രദ്ധിക്കുക. മനസ്സിന് സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ നിന്റെ മനസ്സിന് മനഃശാന്തി നൽകാൻ കഴിയുന്ന ഒരേ ഒരുവനുള്ളൂ. അവനാണ് കർത്താവായ യേശുക്രിസ്തു. അവന്റെ സന്നിധിയിൽ വന്ന് അവന്റെ പാദപീഠങ്ങൾ വീണുകൊണ്ട് നിന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അവനോട് പങ്കുവച്ചാൽ അവൻ നിനക്ക് മനഃശാന്തി നൽകുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മുൻപോട്ട് പോകാം. ദാവീദ് ഇപ്പോൾ രാജാവായിട്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു. 20 വർഷമായിട്ട് തന്റെ ഭരണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാവീദിനെ ദൈവം പടിപടിയായിട്ട് ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ദാവീദ് സ്ഥിരപ്പെട്ടതിന്റെ ശേഷം ദാവീദിന്റെ മനസ്സ് മുഴുവനും എവിടെയായിരുന്നു പറയാമോ? ദൈവത്തിന് ചുറ്റുമായിരുന്നു. ഒരു കാലത്തൊരു വേലക്കാരനായി, ഒരു കാലത്ത് ആട്ടിടയനായിരുന്നുവല്ലോ. വെയിലത്തും മഴയത്തും തണുപ്പത്തുമൊക്കെ ആ മരത്തിന്റെ കീഴിൽ ഇരിക്കുന്നവനായിരുന്നല്ലോ. അങ്ങനെയായിരുന്ന ഒരു ആട്ടിടയനെ ഈ രാജ്യത്തെ ഭരിക്കുന്ന മഹാരാജാവാക്കി ദൈവമെന്നെ ഉയർത്തിയപ്പോൾ ദൈവമെനിക്ക് ശ്രേഷ്ഠമായതിനെയാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തൻ്റെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് അടുത്തപ്പോൾ താൻ മനസ്സിലാക്കിയ സത്യം ഇതാണ്: ഞാൻ എന്തുള്ളൂ? വളരെ മനോഹരമായ രീതിയിൽ ദേവദാരുകൊണ്ട് നിർമ്മിച്ചതായ ഇവിടെ ഈ കൊട്ടാരത്തിൽ ഞാൻ കഴിയുന്നു. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം കൂടാരത്തിൽ ഇരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് സാദൃശ്യമായിരിക്കുന്ന പെട്ടകം കൂടാരത്തിലായിരിക്കുന്നു. ഞാനോ കൊട്ടാരത്തിൽ വസിക്കുന്നു.
ഇതൊരിക്കലും ശരിയായ കാര്യമല്ല. ആട്ടിടയനായിരുന്ന എന്നെ ദൈവം രാജാവാക്കി ഉയർത്തി. മരത്തിൻ്റെ തണലിൽ ഞാൻ വിശ്രമിച്ചിരുന്നു. ആ എന്നെ ദൈവം ഇത്ര വലിയ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇതെത്ര ശ്രേഷ്ഠമായ ആലോചനയാണ്. വീണ്ടും ഞാൻ പറയട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് നീ ആ നന്മകൾ അനുഭവിക്കേണ്ടതിനു വേണ്ടിയല്ല, നന്മകളെ പങ്കുവയ്ക്കേണ്ടതിനു വേണ്ടിയാണ്. ഇത് മറക്കരുത്. നമുക്കെല്ലാവർക്കും ആയിരിക്കുന്നിടത്ത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ ശ്രേഷ്ഠമായ, വളരെ ശക്തമായ, എല്ലാ വ്യക്തികൾക്കും ആവശ്യമായിരിക്കുന്ന സന്ദേശത്തെ നൽകിക്കൊണ്ട് എല്ലാവരോടും സംസാരിച്ചു തോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിതയ്ക്കപ്പെട്ട ഈ വചനത്തെ ഫലിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹ വിഷയമാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളും പദ്ധതികളും ഒന്നും നടക്കാതെ നിന്റെ അനുഗ്രഹം മാത്രം, നിന്റെ നന്മകൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയണം. കർത്താവെ, ചില സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരുന്നാലും, ഞങ്ങൾ വിചാരിക്കും നേടുവാൻ കഴിഞ്ഞില്ല എങ്കിലും, നിരാശപ്പെടാതെ, ആകുലപ്പെടാതെ, പൂർണ്ണമായിട്ടും നിന്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിച്ച് കർത്താവെ, നീ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളെ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നിങ്കിലേക്ക് തന്നെ തിരിയണം, നിന്റെ മേലുണ്ടായിരിക്കണം. നിന്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കു വേണ്ടി, സഭയുടെ ക്ഷേമത്തിനു വേണ്ടി, സുവിശേഷത്തിൻ്റെ വളർച്ചയുടെ മേൽ, സഭയുടെ നിർമ്മിതിയുടെ മേൽ ഞങ്ങളുടെ മനസ്സ് വയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.